Dear students, Assalamu alaikum. Welcome back to our class. Okay, then let us start the second chapter, linear equations in one variable. Linear equations in one variable. Previous class we almost covered our first chapter, rational numbers. Okay, yes. Then what is linear equations in one variable? Before that, what is equation or what is algebraic expressions? അപ്പോൾ ഈ ചാപ്റ്റർ കൂടെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഓക്കെ, ദെൻ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. വാട്ട് ഈസ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്? For example, 5x, 2x minus 8, 3x plus y, 3x plus y, x square plus 1, x square plus 1, y plus y square, y plus y square, 2xy plus 5, etc. We already know that is algebraic expressions. ഇതിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ സെവൻത്ത് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെ കുറിച്ച്. ബട്ട് ഈ ചാപ്റ്റർ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ പഠിക്കുന്നത്. ഇതെന്തിനാണ് ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് പറഞ്ഞത്? അപ്പൊ എന്താണ് ഈ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതില് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടോ? ഇത് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. ഇത് എപ്പോഴാണ് ഇക്വേഷൻസ് ആണ്? ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എങ്ങനെ ഇക്വേഷൻ ആണ്? ലുക്ക്, ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് വിത്ത് വേരിയബിൾ, ഒരു വേരിയബിൾ ഉണ്ട് x. ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 2x minus 3. അവിടെ ഒരു വേരിയബിൾ ഉണ്ട് x എന്നത്. 3x plus y അതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അവിടെ രണ്ട് വേരിയബിൾ, 2 വേരിയബിൾ x ആൻഡ് y. ഇവിടെ x square plus 1 ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇവിടെ ഒരു വേരിയബിൾ x എന്നുള്ള വേരിയബിൾ. ഇവിടെ y plus y square. ഇവിടെ വൺ വേരിയബിൾ y. ഇവിടെ x y രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇവിടെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലീനിയർ എക്സ്പ്രഷൻ ഇൻ വൺ വേരിയബിൾ നമുക്ക് ഇത് എടുക്കാം. ലീനിയർ എക്സ്പ്രഷൻ ഇക്വേഷനിലേക്ക് വന്നിട്ടില്ല. ലീനിയർ എക്സ്പ്രഷൻ വൺ വേരിയബിൾ എടുക്കാം. ലീനിയർ എക്സ്പ്രഷൻ വൺ വേരിയബിൾ എടുക്കാം. ലീനിയർ എക്സ്പ്രഷൻ വൺ വേരിയബിൾ എടുക്കാൻ പറ്റില്ല. എന്ത് എടുക്കാൻ പറ്റുന്നത്? എക്സ് മാത്രമുള്ള വേരിയബിൾ. ഇതിന്റെ ഈ എക്സ് എന്നുള്ള വേരിയബിളിന്റെ ഡിഗ്രി നോക്കൂ, 2 അല്ലേ? അത് പറ്റില്ല. ലീനിയർ എന്ന് പറയുമ്പോൾ 1 ഡിഗ്രി 1 ആയിരിക്കാം. എക്സ് ഒരു വേരിയബിളുകൾ നമുക്ക് എടുക്കാം. എക്സ് എന്നുള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ വൈ എന്നുള്ള വേരിയബിൾ മാത്രമേ ആ ഒരു എക്സ്പ്രഷൻ ഉള്ളൂ. പിന്നെ അതിന്റെ ഡിഗ്രി നമുക്ക് നോക്കണം. മീൻസ് അതിലെ വേരിയബിൾ ടേമിന്റെ എക്സ്പോണന്റ്, വേരിയബിൾ ടേമിന്റെ എക്സ്പോണന്റ് നോക്കുക. അത് 1 ആണെങ്കിൽ മാത്രമേ അത് ലീനിയർ എക്സ്പ്രഷൻ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അത് 2 ആണെങ്കിൽ നമുക്കത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, y plus y square പറ്റുമോ? നോ. y എന്നുള്ള വേരിയബിൾ ഒരു വേരിയബിൾ ഉള്ളൂ, 1 വേരിയബിൾ ആണ്. ബട്ട് ഇവിടെ y ന്റെ പവർ 2. അപ്പൊ ലീനിയർ എക്സ്പ്രഷനിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ പറ്റുമല്ലോ, രണ്ട് വേരിയബിൾ വന്നു, 1 വേരിയബിൾ അല്ല 2 വേരിയബിൾസ് വന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ട് നമുക്ക് ഇതിന് ലീനിയർ എക്സ്പ്രഷൻ 1 വേരിയബിൾ പറയാം. ലീനിയർ എക്സ്പ്രഷൻ 1 വേരിയബിൾ പറയാം. പിന്നെ എപ്പോഴാണ് ഇക്വേഷൻ ആകുന്നത്? എപ്പോഴാണ് ഇക്വേഷൻ ആകുന്നത്? യെസ്, ഈക്വൽ സിമ്പിൾ വരും അല്ലേ? നമുക്ക് ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അവിടെ ഈക്വൽ സിമ്പിൾ വരും. ആ ഈക്വൽ സിമ്പിളിന്റെ റൈറ്റ് സൈഡിലുള്ളത് LHS എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിലുള്ളത് LHS എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ളത് RHS എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ 5x ഈക്വൽ ടു 2. ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. ബിക്കോസ് ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്, LHS ഉണ്ട്, RHS ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് സൈഡ്, റൈറ്റ് ആൻഡ് സൈഡ്.
Okay, then 2x minus 3. Another equation of 2x minus 3 equal to 3. 2x minus 3 equal to 3. Yes, ഇവിടെ LHS ഇത് RHS yes equal symbol. അപ്പോൾ ഇത് ഇക്വേഷൻ ആണ്, ഇതും ഇക്വേഷൻ ആണ്, ഈക്വൽ സിംബൽ ഉണ്ട്. പിന്നെ നോക്കേണ്ടത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. പിന്നെ ചെക്ക് ചെയ്യും, ഒറ്റ വേരിയബിൾ ഉള്ള ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ ആണ്. പിന്നെ ഇതിന്റെ എക്സ് എന്നുള്ള വേരിയബിളിന്റെ പവർ എക്സ്പാൻഡ് നോക്കുമ്പോൾ 1 ആണ്. ഇത് പറയുമ്പോൾ തന്നെ ഇക്വേഷൻ ആണ്, ഈക്വൽ സിംബൽ ഉണ്ട്, ഇക്വേഷൻ ആണ്, LHS ഉണ്ട്, RHS ഉണ്ട്. പിന്നെ ലീനിയർ ഇക്വേഷൻ ആണ്, എക്സിന്റെ പവർ എക്സ്പാൻഡ് 1 ആണ്, 1 വേരിയബിൾ ആണ്. യെസ്, ഇതിൽ എക്സ് എന്നുള്ള വേരിയബിൾ മാത്രമേ ഉള്ളൂ. അനദർ എക്സാമ്പിൾ, യെസ് yes 3y minus 7 3y minus 7 equal to 5. For example, y എന്നുള്ള ഒറ്റ വേരിയബിൾ ആണ്, y ന്റെ പവർ നോക്കുമ്പോൾ 1 ആണ്. അപ്പോൾ ലീനിയർ എക്സ്പ്രഷൻ ആണ്, ഈക്വൽ സിംബൽ ഉണ്ട്, ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ. ക്ലിയർ ആണ്? ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ഈ ടൈപ്പ്. അതായത് ഈക്വൽ സിംബൽ ഇക്വേഷൻ നമുക്ക് അറിയാം, അതിന്റെ ലെഫ്റ്റ് സൈഡ് LHS എന്ന് പറയും, റൈറ്റ് സൈഡ് RHS എന്ന് പറയും. നമുക്ക് ചിലപ്പോൾ RHS ന്യൂമറിക്കൽ വാല്യൂ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേരിയബിൾ ടേമുള്ള ഒരു എക്സ്പ്രഷൻ തന്നെ RHS വരാം. കൂടുതൽ പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, yes, note this point. An algebraic equation is an equality involving variables. It has an equality sign. Full stop. The expression on the left of the equality sign is the left hand side, bracket LHS. Full stop. The expression on the right of the equality sign is the right hand side, bracket RHS. Okay, yes. Example, example 2x minus 3 equal to 7. 2x minus 3 equal to 7. RX is the variable. Okay, then symbol equal and equality. Okay, then equation. Okay, equation. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഓക്കെ, പിന്നെ LHS RHS വേരിയബിൾ ടേം. ഓക്കെ, yes, next point, what is solution? What is the solution of equation? നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, what is the solution of equation?
That is the solution of the equation. This is the solution of the equation. That is the solution of the equation. Yes, for example, 2x minus 3 equal to 7 linear equation. 2x minus 3 equal to 7 linear equation. This equation LHS means 2x minus 3, RHS 7. So what is the solution of this equation? 2x minus 3 equal to 7. ഇവിടെ x എന്നുള്ള വേരിയബിൾ ടേമിന്റെ വാല്യൂ മീൻസ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ മീൻസ് ഇവിടെ നമ്മൾ x ന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ LHS ഈക്വൽ ടു RHS ആണ്. നമ്മളിവിടെ 2x minus 3 equal to 7 എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് x ന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ for x equal to 1 therefore 2 into 1 minus 3 equal to 2 into 1 2 minus 3 equal to minus 1 അപ്പോൾ x equal to 1 എന്നുള്ളത് ഇതിന്റെ സൊല്യൂഷൻ അല്ല ബിക്കോസ് അത് 7 കിട്ടുന്നില്ല. ഇവിടെ x ന്റെ പ്ലേസിൽ നമ്മൾ 1 കൊടുത്ത് ചെയ്യുമ്പോൾ അത് ഈക്വൽ ടു 7 കിട്ടുന്നില്ല. ഈ ഒരു ഇക്വേഷൻ അത് ബാലൻസ് ചെയ്യുന്നു. നമുക്ക് LHS equal to RHS ന് വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. Then x equal to 2 എന്ന് കൊടുക്കുമ്പോൾ x equal to 2 എന്ന് കൊടുക്കുമ്പോൾ 2 into 4 4 minus 3 1 അപ്പോൾ അതും എന്തല്ല സൊല്യൂഷൻ അല്ല. ഓക്കെ then next 3 solution out 4 solution out 5 yes 5 കൊടുക്കുമ്പോൾ 2 into 5 minus 3 equal to 2 into 5 10 minus 3 equal to 7 അപ്പോൾ 10 ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഇത് ക്ലിയർ ആയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക മീൻസ് ആ ഇക്വേഷന്റെ വേരിയബിൾ ടൈമിൽ നമ്മൾ ആ വാല്യൂ കൊടുത്ത് ചെയ്യുമ്പോൾ LHS equal to RHS നമുക്ക് അപ്പോഴാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ ആണ് പറയുന്നത്. ക്ലിയർ ആയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യെസ് മാർക്ക് ദിസ് പോയിന്റ്. In an equation the values of the expressions in an equation the values of the expressions on the LHS and RHS are equal. On the LHS and the RHS are equal. This happens to be true only for certain values of the variable. This happens to be true only for certain values of the variable. These values are the solutions of the equation. These values are the solutions of the equation. Clear? Okay? Yes. The next summary. Solving equations. Solving equations. Solving equations which have linear expressions on one side and numbers on the other side. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസ് എങ്ങനെയുള്ള ഇക്വേഷൻ ആണ്? ഒരു സൈഡ് ലീനിയർ എക്സ്പ്രഷനും മറ്റു സൈഡിൽ നമ്പേഴ്സ് ഉള്ള ആ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകും ഫസ്റ്റ് സെക്ഷനിൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്താണ് ലീനിയർ ഇക്വേഷൻസ്, വൺ വേരിയബിൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ. നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? സോൾവിങ് ഇക്വേഷൻസ് which have linear expressions on one side and numbers. Okay, then yes. അപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്കത് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
find the solution of 2x minus 3 equal to 7. Find the solution of 2x minus 3 equal to 7. Find the solution of 2x minus 3 equal to 7. The solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ എക്സിന്റെ വാല്യൂ. ഇവിടെ എക്സിന്റെ വാല്യൂ ഉണ്ട്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വന്നത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാനിവിടെ ചെയ്യുന്നത് add 3 on both sides. LHS, RHS and side 3 add ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ 3 ആഡ് ചെയ്യുമ്പോൾ 2x minus 3 എന്നുള്ള LHS ൽ 3 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക 2x minus 3 plus 3. RHS 7 അല്ലേ. അപ്പോൾ 7 ൽ നമുക്ക് 3 ആഡ് ചെയ്യുമ്പോൾ വരിക ഇങ്ങനെ വരിക. യെസ്. ഇവിടെ നോക്കൂ 2x minus 3 plus 3 minus 3 plus 3 0. അപ്പോൾ 2x മാത്രം. 7 plus 3 10. അപ്പോൾ ഇങ്ങനെ വന്നു 2x equal to 10 വന്നു. എന്താ ചെയ്യേണ്ടത്? 2x equal to 10 വന്നു. എന്താ ചെയ്യേണ്ടത്? യെസ് യെസ്. നെക്സ്റ്റ് divide both side by 2. Divide both side by 2. 2 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ഇവിടെ. Divide both side by 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2x divided by 2 equal to 10 divided by 2. x 2 divided by 2 1. ഇവിടെ x equal to 10 divided by 2 5. x equal to 5. ഇതാണ് സൊല്യൂഷൻ. x equal to 5 എന്നുള്ളതാണ് ഇക്വേഷന്റെ സൊല്യൂഷൻ. അതെങ്ങനെ സൊല്യൂഷൻ ആവുന്നത്? ചെക്ക്. ഇവിടെ x ന്റെ പ്ലേസിൽ 5 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ് ആവുന്നതാണ്. യെസ്. 2 into 5 minus 3 equal to 2 into 5 10 minus 3 equal to 7. കിട്ടിയില്ലേ? Therefore x equal to 5 is the solution of this equation. Okay. Yes. Then solve y plus 3 equal to y plus 3 equal to 10. Just try this on your notebook. Y plus 3 equal to 10. Find the answer and send this to WhatsApp. Okay. This is done. Solve 2y plus 9 equal to 2y plus 9 equal to 4. 2y plus 9 equal to 4. So 2y plus 9 equal to 4. Okay. Then first step. This solve ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. 2y plus 9 equal to 4. Transpose 9 into right side. ഈ 9 നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യാൻ റൈറ്റ് സൈഡിലേക്ക് ഈക്വൽസ് എന്നതിന്റെ RHS ലേക്ക് ഈ 9 നെ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലസ് 9 ആയതുകൊണ്ട് ഈക്വലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് മൈനസ് 9 ആണ്. ഓക്കെ. 2y equal to ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ 4 ന്റെ പ്ലേസിലേക്ക് 9 നെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ 4 minus 9. Okay, 2y equal to 4 minus 9. What is the value of 4 minus 9? Minus 5. Yes, minus 5. The next step. Divided on both sides by 2. Because ഇവിടെ y ന്റെ പോസിറ്റീവ് സൈഡ് കണ്ടത് 2 അല്ലേ. അപ്പോൾ 2 കൊണ്ട് രണ്ട് സൈഡ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 നെ ക്യാൻസൽ ചെയ്യാം.
ഓക്കെ. അപ്പോൾ രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ഡിവൈഡിങ് both sides on by 2. Okay. Then 2y by 2 equal to minus 5 by 2. 2 simplify 1 and y equal to minus 5 by 2 is the solution of this equation, minus 5 by 2. Okay. Yes. Yes. അപ്പോൾ ഇവിടെ 5/2 മൈനസ് 5/2 ഒരു റാഷണൽ നമ്പർ ആണ്. 5/2 ഒരു റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കാം? സൊല്യൂഷൻ ആയിരിക്കാം. കേട്ടോ. ഓക്കെ. റാഷണൽ നമ്പേഴ്സ് എന്താ? ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കാം ഇക്വേഷന്റെ. ആവാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യൂ. യെസ്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യൂ. Yes. A linear equation may have for its solution any rational number. A linear equation may have for its solution any rational number. Okay, clear? Then next question. Solve x by 3 plus 5 by 2. Solve x by 3. Solve x by 3 plus 5 by 2. X by 3 plus 5 by 2 equal to 3 by 2. Equal to 3 by 2. First, ഞാൻ ചെയ്യുന്നത് നോക്കൂ. ഇവിടെ 5 by 2 നെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇങ്ങോട്ട് RHS. ഓക്കെ. അപ്പോൾ x by 3 plus 5 by 2 അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ minus 5 by 2. ഓൾറെഡി ഇവിടെ 3/2 ഉണ്ട് അല്ലേ? 3/2 ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ 5/2 ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ minus 5/2. x by 3 equal to 3/2 minus 5/2. What's 3/2 minus 5/2? Yes, 3 minus 5 over by 2. Okay. Then x by 3 equal to 3 minus 5 minus 2. Minus 2/2. X by 3 equal to minus 1. ഇനി ഇവിടെ നിന്ന് x കിട്ടും. x by 3 equal to minus 1 കിട്ടും. ഇനി ഇവിടെ നിന്ന് x കിട്ടും. ഇവിടെ x ന്റെ അടിയിൽ കിടക്കുന്നതാണ് 3 ഒക്കെ. അപ്പൊ രണ്ട് സൈഡ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യാം. Yes. Multiply both sides by 3. Okay. Yes. അപ്പോൾ x by 3 into 3 equal to minus 1 into 3. Simplify with x out. X equal to minus 1 into 3 minus 3. Minus 3 is the solution of this equation. Okay. Yes, then. The next question. Solve x by 3 plus 5 by 2 equal to x plus 3 plus 5 by 2 equal to minus 3 by 2. Minus 3 by 2. Try this and find the answer. Okay. Yes. Then mark your homework. Exercise 2.1. Yes. Solve the following equation. Solve the following equation. Y plus 3 equal to 10. Second one. 6 equal to z plus 2. Third one.
2x by 3 equal to 80. 2x by 3 equal to 80. Okay? Yes. Then see you next class.